സൂപ്പർ ഫാസ്റ്റ് കേട്ടോ. ആടെ ഇതൊക്കെ സൂപ്പർ ഫാസ്റ്റ് എന്നൊരു പേരിട്ടത്. ഇതുപോലൊരു വൃത്തികെട്ട സോൺ കേട്ടോ. ഇവന്മാർക്ക് വണ്ടി ഇടിക്കറിയത്തില്ല, എവിടൊക്കെ കൊണ്ട് പിടിച്ചിട്ടെന്നറിയോ. എല്ലാം ഇതുപോലെ എത്ര മണിക്കൂറൊക്കെ ലേറ്റെന്നറിയോ. ഒരു ഉളുപ്പും ഇല്ലാത്ത ആൾക്കാരാണ്. ഇത് വെച്ചൊക്കെ നോക്കുമ്പോൾ നമ്മുടെ അടുത്തൊക്കെ റെയിൽവേ എന്ത് സ്വർഗമല്ലേ. ഇവരെ ഈ കൺട്രോളർമാർക്കാണെങ്കിലും ഇവന്മാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല കേട്ടോ, ഒരു ഉത്തരവാദിത്വം ഇല്ല. നിങ്ങൾ ചുമ്മാ എടുത്ത് നോക്കിയാൽ മതി, ഓരോ വണ്ടിയൊക്കെ എന്തോരം മണിക്കൂറൊക്കെയാണ് ഓരോ ഡിലേ ആക്കി വിടുന്നത്. ഇന്ത്യ സെക്കൻഡ് ലോങ്സ്റ്റ് റണ്ണിങ് ട്രെയിൻ ആയിട്ടുള്ള അരുണ എക്സ്പ്രസിന്റെ 3ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഒരു സ്റ്റേഷനിലേക്ക് കൊണ്ടിങ്ങനെ കുറേ നേരമായിട്ട് കൊണ്ട് പിടിച്ചിട്ടേക്കുവാണ്. ഇത് ഒഡീഷയിലെ ഭദ്രക്ക് തന്നെ ഒരു സ്റ്റേഷന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനിൽ നമ്മൾ പിടിച്ചിട്ടിട്ട് ഇപ്പൊ 3 വണ്ടി ഇപ്പൊ കയറിപ്പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ ലേറ്റ് 2.5 മണിക്കൂറാണ്. 2.5 മണിക്കൂർ ഇനി കൂടാനേ ചാൻസ് ഉള്ളൂ. എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ 3ാമത്തെ ഭാഗം വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ ഇവിടുന്ന് നേരെ ബംഗാൾ കയറും. ബംഗാൾ കയറി നമ്മൾ കൊൽക്കത്ത ഔട്ടറിൽ കൂടെ നമ്മൾ സിലിഗുരി ഭാഗത്തേക്ക് പോകും. അപ്പോൾ 3rd പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വണ്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് സെക്കൻഡ് AC ഫാർ ബെറ്ററാണ്, കുഴപ്പമില്ല. 2 കോച്ചാണെങ്കിലും അത്യാവശ്യം വൃത്തിയുണ്ട്. പക്ഷേ അങ്ങോട്ട് പോയാൽ 3rd AC എക്കണോമി, 3rd AC സ്ലീപ്പറൊക്കെ വൻ ശോകമാണ് കേട്ടോ. വൻ ശോകം എന്ന് വെച്ചാൽ വൻ ശോകം. ഈ TT-മാരൊക്കെ എന്ത് ചെയ്യുന്നറിയോ, ഈ പുറത്തുനിന്ന് കയറുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ഈ സ്ലീപ്പറിൽ കൺവേർട്ട് ചെയ്ത് കൊടുക്കത്തില്ല. അതേപോലെ AC-ലും 3rd AC-ലും ഇവർ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം 3rd AC നോക്കിയാൽ ഒരു ബർത്തിലൊക്കെ 3-4 പേരൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റും. അവർക്ക് കാശ് കിട്ടുന്ന നിലപാടാണ്ട് അവരെന്തെങ്കിലും അങ്ങനെ ചെയ്തു. സെക്കൻഡ് AC ആ പരിപാടി ചെയ്യത്തില്ല. 3rd AC എക്കണോമിയിലും 3rd AC എല്ലാ പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഇപ്പം 4ാമത്തെ വണ്ടിയാണ്. നമ്മളിപ്പോൾ ഓട്ടേക്ക് അടിക്കാൻ പോവാണെന്ന് അറിയത്തില്ല. ഒരു വണ്ടി ഇപ്പോൾ കയറി വരുന്നുണ്ട് കേട്ടോ. ഏതാണോ എന്തോ വിവേകാണോന്ന് അറിയത്തില്ല. ഇനി നമ്മളവിടെ പിടിച്ചിട്ടിട്ട് ഇപ്പം 3 വണ്ടി ഇപ്പോൾ കയറി പോയിട്ടുണ്ട്. ഇപ്പോൾ 4ാമത്തെ വണ്ടിയാണ്. ഏതാണോ എന്തോ. ഇത് ചെന്നൈയിൽ ന്യൂ ജൽപൈഗുഡിക്ക് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ. MGR ചെന്നൈ സെൻട്രൽ ന്യൂ ജൽപൈഗുഡി. ഇതും കയറിപ്പോവോ എന്തോ ഒരു പിടിയില്ല കേട്ടോ. മിക്കവാറും ഇതും കയറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ സദേൺ റെയിൽവേയുടെ വണ്ടിയാണ്. വീഡിയോ ലാസ്റ്റ് നിങ്ങൾ കണ്ടായിരുന്നെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് നമ്മൾ ഈ സ്റ്റേഷനിൽ വന്നപ്പോഴേക്കും ഇവിടെ മറ്റേ സന്തരാഗച്ചി പോകുന്ന അന്ത്യോദയ കിടപ്പുണ്ടായിരുന്നു, അത് കയറിപ്പോയി. പിന്നെ ഒരു ഷാലിമാർ വീക്കിലി കയറിപ്പോയി. പിന്നെ ഒരു ശതാബ്ദി എക്സ്പ്രസ് കയറിപ്പോയി. ഇപ്പോൾ ഏതാണ്ട് 4ാമത്തെ വണ്ടിയാണിത്. ഇത് ഇനി കയറിപ്പോകുമെന്ന് അറിയത്തില്ല. നമ്മുടെ ചെന്നൈയിന് ജൽപൈഗുഡിക്ക് പോകുന്നൊരു വണ്ടിയാണ്. എന്താവോ എന്തോ ഇട്ടങ്ങ് തേച്ച് വിടുക നമ്മുടെ വണ്ടി കേട്ടോ. നല്ല തേപ്പ കൊടുക്കണം ഇവര്. ഈ കിടക്കുന്ന വണ്ടിക്കാണെങ്കിൽ ഭദ്രക്കിലും ബാലാസോറിലൊന്നും സ്റ്റോപ്പില്ല കേട്ടോ. ഇതിന് വേറെ കാണ്ടുള്ള അടുത്ത സ്റ്റോപ്പ്. ആരാദ്യം പോകുന്നൊന്നും അറിയത്തില്ല. അത് പോയാൽ തീർന്ന്. എനിക്ക് ഇതുപോലെ തേപ്പ് കിട്ടുന്ന ഒരു ദിവസം. അങ്ങനെ സർവ്വ വണ്ടികളുടെ തേപ്പ് കിട്ടിയിട്ട് നമ്മളിവിടുന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. 8:36 നമ്മളിവിടെ എത്തിയാണ്. ഇപ്പോൾ ഇവിടുന്നത് 9:11 ആയപ്പോഴാട്ടോ. 2.25 മണിക്കൂർ ഇപ്പോൾ ലേറ്റാണ് വണ്ടി. ലേറ്റാണ് നമ്മുടെ ആരുടെ കേട്ടോ. 3 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഇപ്പോൾ 9:30ക്കാണ് ഈ സാധനം വന്ന് ഇവിടെ ഭദ്രക്കിന് കയറുന്നത്. നമ്മളാണ് വന്നുരുട്ടൽ കേട്ടോ. വന്നുരുട്ടെന്ന് വെച്ചാൽ ഇത് കേട്ടോ, ഇങ്ങനെ ഇട്ട് ഉരുട്ടുക. കാരണം മുന്നിൽ നിങ്ങൾ കണ്ടില്ലേ, അതേ കുറേ വണ്ടികൾ പോയിട്ടുണ്ട്. ഒരു 4-5 സ്റ്റേഷൻ കൊണ്ട് കഴിഞ്ഞാൽ ആ അപകടം നടന്ന ആ ഒരു സ്റ്റേഷൻ എത്തും കേട്ടോ. മറ്റേ ബഹനാഗ ബസാറ്. മിക്കവാറും അവിടെ കൊണ്ട് ചവിട്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുപോലത്തെ പോക്കാ പോണം കേട്ടോ. വിശാഖപട്ടണം വരെ മര്യാദയ്ക്ക് ഓടിയുള്ള വണ്ടിയാണ്. വിശാഖപട്ടണം കഴിഞ്ഞോടെ ഈ വണ്ടിയുടെ അവസ്ഥ ഗുദാഹവ. ഇതുപോലെ തേഞ്ഞൊരു റൂട്ട് വേറെ ഇല്ല കേട്ടോ. എപ്പോൾ നോക്കിയാലും ഈ റൂട്ടിൽ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. എപ്പോൾ നോക്കിയാലും എല്ലാ വണ്ടിയില്ലായിട്ട് എനിക്കറിയില്ല. ഇത് മാത്രം വണ്ടിയുണ്ട്. എല്ലാം അവിടെ ഇവിടെ കൊണ്ട് പിടിച്ചിട്ട് ഇനി പിടിച്ചിട്ട് മാറണമെങ്കിൽ നമ്മൾ കൊൽക്കത്ത കഴിയണം. അതിനിടയ്ക്ക് സമയം കളയാൻ വേണ്ടി ഇതായിട്ട് പിന്നെയും എന്തായിട്ട് ഗുഡ്സ് ട്രെയിനൊക്കെ ഇവിടെ നടക്കൊണ്ട് കിട്ടേക്കുന്നുണ്ടോ. ഈ റൂട്ടിൽ ഇഷ്ടം പോലെ ഗുഡ്സുള്ള ഏരിയ ആണ്. എല്ലാം മറ്റേ കൽക്കരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നതാണ്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ തന്നെ ഏറ്റവും കൂടുതൽ ഗുഡ്സ് ട്രാഫിക് ഉള്ള ഒരു റൂട്ടാണ് ഈ ഒരു റൂട്ട്. ഈ ഒഡീഷ, ഈ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഭാഗമൊക്കെ എവിടെ നോക്കിയാലും ഗുഡ്സാണ്. ഈ ഗുഡ്സ് കാരണമൊക്കെയാണ് കുറേയൊക്കെ വണ്ടികൾ ലേറ്റ് ആകുന്നത് കേട്ടോ.
ഇതുകൊണ്ട് ഇവിടെ ഇട്ടേക്കോ. അപ്പോൾ നമ്മൾ ലൂപ്പ് ട്രാക്ക് വഴി സ്കിപ്പ് ചെയ്ത് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്ക് കൊണ്ട് ചവിട്ടുമെന്ന് അറിയത്തില്ല. നമ്മൾ പോകുന്ന ഈ ലൂപ്പ് ട്രാക്കിൻ്റെ സ്പീഡ് എങ്ങാണ്ട് 15-20 എങ്ങാണ്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും പയ്യെ പോകുന്നത് കേട്ടോ. ഇത്രയും കൊച്ചിനെ വരികതണ്ട് ഈ ഒറ്റ ലോക്കമാണ്. കണ്ടാ നോക്കി, ഇതൊരു WH7 ഗോണ്ട ഷെഡിൻ്റെ WH7 കണ്ടാ. ഇവരൊക്കെ ഓടിക്കുന്നതിന് സമ്മതിക്കണം കേട്ടോ. ഈ സാമാനം അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് ബോറടിക്കും. നമ്മളങ്ങനെ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേസ് ഓടി കയറിയിരിക്കുകയാണ്. ഇനിയാണ് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേസ് കൊണ്ട് കളികൾ നടക്കാൻ പോകുന്നത്. ഇത്രയും നേരം ഈസ്റ്റ് കോസ്റ്റിൻ്റെ കളികളായിരുന്നു. ഇനിയിപ്പോൾ സൗത്ത് ഈസ്റ്റേണിൻ്റെ വക ഉണ്ട് നമുക്ക് സമ്മാനം. അങ്ങനെ കോറമണ്ഡൽ എക്സ്പ്രസിന് അപകടം ഉണ്ടായ ആ ഒരു സ്റ്റേഷൻ ഉണ്ടല്ലോ, ബഹനാഗ ബസാർ, അതിപ്പോൾ എത്തും കേട്ടോ, കാണിച്ചു തരാം. ഒരു ഹോണ്ടഡ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് വേണേൽ വിളിക്കാം. അവിടെയൊക്കെ രാത്രി പോയിട്ട് എന്തായിരിക്കും അവസ്ഥ അല്ലേ? ശരിക്കും പറഞ്ഞാൽ കഷ്ടമുണ്ടാവും. ഒരു അപകടമുണ്ട്, എത്ര പേരെ മരിച്ചു പോയത്. ഇപ്പോഴും അവിടെ സ്പീഡ് 130 തന്നെ കേട്ടോ. 130ലാണ് അന്ന് വന്ന് അപകടം ഉണ്ടായതും. നമ്മൾ വന്ന സ്പീഡ് 130. നമ്മുടെ അരുണ എക്സ്പ്രസിൻ്റെ ഒഡീഷയിൽ അവസാനത്തെ സ്റ്റോപ്പായ ബാലാസോർ എത്തിയാണ് കേട്ടോ. ബാലാസോറിൻ്റെ ഈ ശരിക്കുള്ള പേര് ബാലേശ്വർ എന്നാണ് കേട്ടോ. അതാണ് ഈ ബാലാസോർ എന്ന് പറഞ്ഞ് ഇവർ പറയുന്നത്. ശരിക്കും ബാലേശ്വർ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ എത്തുന്നത് കറക്റ്റ് 3 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് കേട്ടോ. 3 മണിക്കൂർ കറക്റ്റ്. അങ്ങനെ ഞാൻ കോസ്റ്റ്യൂമൊക്കെ മാറി. നമ്മുടെ വണ്ടി ഇപ്പോഴും അവിടെ ഇടയ്ക്കൊക്കെ കൊണ്ട് പിടിച്ചിട്ടാണ്. ഇത് ഏതോ ഒരു ഉസ്പ ജംഗ്ഷനോ അങ്ങനെ എന്തോ ഒരു സ്റ്റേഷനിൽ കൊണ്ട്, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയാണ് സോ, ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇടയ്ക്കൊക്കെ കൊണ്ട് ചുമ്മാ അവിടെ പിടിച്ചിട്ട് വന്നത്. 3.25 മണിക്കൂർ ഇപ്പോൾ വണ്ടി ലേറ്റാണ്. ഇവിടെ ഒരു ജീനയും കിടക്കുന്നത്. ഇവിടെ ഗുഡ്സ് മാത്രം. ഇത് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഫ്രൈറ്റ് ഈസ്റ്റേൺ റെയിൽവേ എന്നാണ് ഈ സോണിന് ഞങ്ങൾ റെയിൽ ഫാൻസ് വിളിക്കുന്നത്. ഫ്രൈറ്റ് ഈസ്റ്റേൺ റെയിൽവേ ഗുഡ്സിന് മാത്രം വില കിടക്കുന്ന ഒരു സോണാണ്. പാസഞ്ചർ വണ്ടികളൊക്കെ പട്ടി വിലയാണ്. എല്ലാം ഇതേപോലെ ഇത്ര മണിക്കൂർ ലേറ്റ് എന്ന് പറയും. നിങ്ങൾ ഖരഗ്പൂർ ജംഗ്ഷൻ ഉണ്ടല്ലോ, ഖരഗ്പൂർ എന്നാണ് കടക്പൂർ എന്നാണെന്ന് അറിയത്തില്ല, ആ സ്റ്റേഷൻ്റെ ലൈവ് സ്റ്റാറ്റസ് വേറെസ്മേ ട്രെയിൻ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ വണ്ടി ഇതേപോലെ 3, 4, 5 മണിക്കൂറൊക്കെ ലേറ്റ് ആയിട്ട് ഓടുന്നത്. ഏതോ വണ്ടിയുടെ ഓവർടേക്ക് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട വണ്ടിയില്ല, മറ്റേ ചെന്നൈ ജൽപൈഗുരി, ആ വണ്ടി കണ്ട് ഓവർടേക്ക് അടിച്ചു പോയി. അടിപൊളി. ഇങ്ങനെയാണ് പുറകിലുള്ള വിവേകം മിക്കവാറും കയറി പോകുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ മൊത്തം 5 ഓവർടേക്കാന്ന് തോന്നുന്നു. 5 ഓവർടേക്കായി ഇപ്പോൾ തന്നെ. ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സൊമാറ്റോ നോക്കിയിട്ടും ഫുഡ് ഓർഡറൊക്കെ നോക്കിയിട്ട് ഒന്നും ഡെലിവറി ഇല്ല. ആകെ ഡെലിവറി ഉള്ള വൈകിട്ട് മാൾഡ ടൗണിലാണ്. അത് 4:55 എത്തേണ്ടതാണ്. ഇത് മിക്കവാറും 8 മണിയാവും എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയാൽ. അപ്പോൾ ഞാൻ ട്രെയിനിൽ നിന്ന് വാങ്ങിക്കേണ്ടി വന്നു, വേറെ രക്ഷയില്ല. ട്രെയിനിൽ നിന്ന് ഒരു താലി വാങ്ങിച്ചിട്ടുണ്ട്. കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഫുഡ് കഴിച്ച് ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, കഴിക്കായിരുന്നു. അത്ര വലിയ രുചിയൊന്നും പറയാനൊന്നുമില്ലായിരുന്നു. നമ്മുടെ വണ്ടിയുടെ ഡിലേ ഇപ്പം കൂടി 3 മണിക്കൂർ 36 മിനിറ്റായി കേട്ടോ. ഇനിയിപ്പം 4 മണിക്കൂർ 5 മണിക്കൂർ കിടക്കുന്നല്ലേ ഉള്ളൂ. ഇതിങ്ങനെ ഓരോരുത്തരത്ത് കൊണ്ട് ഇങ്ങനെ വെറുതെ ചവിട്ടുക കേട്ടോ. നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് ദിബ്രുഗഡ് പോകുന്ന വിവേക് എക്സ്പ്രസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ദൂരെ ഇന്ത്യയിൽ ഓടുന്ന വണ്ടിയാണ് നമ്മൾ ഈ സഞ്ചരിക്കുന്ന അരുണൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. സൂപ്പർ ഫാസ്റ്റ് കേട്ടോ. ആടെ ഇതൊക്കെ സൂപ്പർ ഫാസ്റ്റ് എന്നൊരു പേരിട്ടത്. വിശാഖപട്ടണം വരെ മര്യാദയ്ക്ക് വന്ന് അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഷോവാണ് ഈ വണ്ടി. എല്ലായിടത്തും ഉരുട്ടി നല്ല ലേറ്റ് ആകുന്നുണ്ട് വണ്ടി. നമ്മൾ ചൊവ്വാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടാണ്. ഇന്നിപ്പം വ്യാഴാഴ്ചയായി. വെള്ളിയാഴ്ച വൈകിട്ട് 4:15 എത്തേണ്ടതാണ്. പക്ഷെ എത്തൂല, മിക്കാൻ രാത്രി 8, 9, 10 മണിയൊക്കെ ആവും. നമ്മളിപ്പോഴും ഒഡീഷയിൽ തന്നെയാണ് കേട്ടോ. ഒഡീഷ വെസ്റ്റ് ബംഗാൾ ബോർഡർ ഏകദേശം അടുക്കാറായിട്ടുണ്ട്. ഒരു 1-2 സ്റ്റേഷൻ കൂടെ കഴിഞ്ഞാൽ നമ്മൾ വെസ്റ്റ് ബംഗാളിൽ കയറും. ഇപ്പോൾ ഡിലേ കൂടി 4 മണിക്കൂറായപ്പോൾ കേട്ടോ. ഇപ്പോൾ ജലേശ്വർ എന്നൊരു സ്റ്റേഷനിൽ കൊണ്ട് തൂക്കാൻ പോകാൻ തോന്നുന്നു വേണ്ടിയിട്ട്.
നമ്മുടെ വണ്ടി ഇപ്പം 4.5 മണിക്കൂർ അടുപ്പിച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇതുപോലൊരു വൃത്തികെട്ട സോൺ കേട്ടോ. ഇവന്മാർക്ക് വണ്ടി കയറിയത്തില്ല. എവിടൊക്കെ കൊണ്ട് പിടിച്ചിരുന്ന അറിയോ? എല്ലാം ഓരോ കാട്ടുമുക്കിന് 1 കിലോമീറ്റർ പോവും, അപ്പം കൊണ്ടിടും. ഇത് തന്നെ അവസ്ഥ കേട്ടോ. നമ്മൾ ഖടഗ്പൂർ ഇപ്പോഴും എത്തിയിട്ടില്ല. രാവിലെ എത്തേണ്ട വണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ ഉച്ച കഴിഞ്ഞിപ്പോൾ 2 മണിയാവാറേ പോരെ. പൊന്നടാവേ, സമ്മതിക്കണം. ഇവിടുത്തെ കൺട്രോളറിനെ കൈ കിട്ടിയുണ്ടല്ലോ, ഒരു രക്ഷയില്ല. 5 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് നമ്മളിവിടെ ഖടഗ്പൂർ ജംഗ്ഷനിൽ എത്തുന്നത്. എന്റെ ദൈവം, ഇവിടുത്തെ വണ്ടികളൊന്നും ഓൺ ടൈം ഓടിയിട്ടൊക്കെ വർഷങ്ങളായെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഖടഗ്പൂർ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ലൈൻ മേർജ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ നിന്നൊക്കെ ലോക്കൽ ട്രെയിൻസ് ഉണ്ട്. കൊൽക്കട്ടയ്ക്ക് ഉണ്ട്. ലോക്കൽ ട്രെയിനിൽ കയറാൻ നിൽക്കുന്ന ആൾക്കാർ കണ്ടോ? നോക്കി, കൊൽക്കട്ട ലോക്കൽ. നമ്മൾ ലോക്കൽ ട്രെയിനിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കൊൽക്കട്ട വന്നിട്ട്. നോക്ക്, എൻ്റെ ദൈവമേ, നമുക്ക് ഇടിയുണ്ടോ? ഇടിച്ചം കേറുവാ, ആർക്കും ക്ഷമയില്ല. ഈ ഖടഗ്പൂർ സ്റ്റേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി ഉണ്ടല്ലോ, പുള്ളി ആദ്യമായിട്ട് TT ആയിട്ട് ജോലി ചെയ്ത സ്റ്റേഷനാണ് ഈ ഖടഗ്പൂർ കേട്ടോ. ശബ്ദം കാരണം കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. നമ്മുടെ MS ധോണി ആദ്യമായിട്ട് TT ആയിട്ട് ജോലി ചെയ്ത സ്റ്റേഷനാണ് ഖടഗ്പൂർ ജംഗ്ഷൻ. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് ദങ്കുനി ജംഗ്ഷനാണ്. അതും കൊൽക്കട്ടയ്ക്ക് അടുത്തുള്ളതാണ്. അപ്പോൾ ഇനി ഉരുട്ടൽ തുടങ്ങും. ഇത് ഇവിടെ നിന്ന് കൊണ്ട് തീരത്തില്ല ഉരുട്ടൽ, ഇനി ഉരുട്ടലായിരിക്കും. ദങ്കുനിയൊക്കെ ഹൗറയ്ക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള റൂട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനിയും അവിടെ ഇടയ്ക്ക് പിടിച്ചിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വണ്ടികളൊക്കെ ലേറ്റ് ആക്കുന്നത് ഒരു മയമില്ലാത്ത പരിപാടി കേട്ടോ. എല്ലാ വണ്ടിയും തേച്ച് കളയുവാണ്. നമ്മൾ എന്ത് പക്കായിട്ട് ഓടി വന്നാന്ന് നോക്കിയേ. ഈ നാശം പിടിച്ച സോണി കയറിയപ്പോൾ തൊട്ടാണ് ഈ എല്ലായിടത്തും കൊണ്ട് പിടിച്ച് വിട്ടത്. എപ്പോഴുള്ള പരിപാടിയാണ് ഇത്. ഇന്ന് മാത്രമുള്ളതല്ല. ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എടുത്ത് നോക്കിയാൽ ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരെ നാട്ടുകാർ തെറിവിളിയാണ്. എന്ത് വൃത്തികെട്ട പരിപാടിയാണെന്ന് ചോദിച്ചിട്ടുണ്ടറിയോ? ഏതോ വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഇത് മിക്കവാറും ഓവർടേക്ക് ആയിരിക്കും മിക്കവാറും. ഏതാണോ എന്തോ. ഇത് ഭുജ് ഷാലിമാർ കേട്ടോ. ഭുജ് ഷാലിമാർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഈ വരുന്നത്. ഭുജ് ഉണ്ടല്ലോ ഗുജറാത്തിലെ, അവിടെ നിന്ന് ഷാലിമാർക്ക് പോകുന്നതാണ്. ഓവർടേക്ക് ഒന്നുമില്ല, വണ്ടി എടുത്ത് അപ്പം തന്നെ വന്ന ഉടനെ വണ്ടി എടുത്ത്. നമ്മുടെ സെക്കൻഡ് ഏസിൽ ഇപ്പോൾ എല്ലാവരും കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷേ അകത്ത് കയറി ഇരിക്കുന്നൊന്നുമില്ല, ചുമ്മാ കയറി അങ്ങോട്ടും ഇങ്ങോട്ട് ഇറങ്ങുന്നൊക്കെ ഉണ്ട്. അതിന് മിക്കവാറും ഒരു മാൾഡ വരെ ഉണ്ടാവും, അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് ഈ റൂട്ടിൽ. ഇതിപ്പോൾ കറക്റ്റ് 5 മണിക്കൂർ ലേറ്റ് ആണ്. ഇത് ഇനിയും ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും നമ്മൾ നാളെ അർദ്ധരാത്രി ആയിരിക്കും സിൽച്ചർ എത്തുന്നത്, ഉറപ്പല്ലേ? നല്ല കിഡിലൻ ഒരു WG7 ലോക്കോ അല്ലേ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. നല്ല ഫ്രഷ് ആയിട്ട് പെയിന്റ് അടിച്ചിറക്കിയ ഒരു സാധനം. അത് ഇവിടെ ഖടഗ്പൂർ ഷെഡിനെയാണ്. ഇവിടെ ഖടഗ്പൂറിന് ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു WG7 നടക്കുന്നത്. ഇതെല്ലാം സന്തരാഗച്ചിയുടെ കേട്ടോ, WP4. ഇവിടെ അങ്ങും വന്ന് നിങ്ങൾ ഒരിക്കലും ഒരു ട്രെയിന് കണക്ഷൻ പിടിക്കരുത് കേട്ടോ. ജന്മത്തെ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടികളും തിരിച്ചു വരുന്ന വണ്ടികളും ഇത്ര ലേറ്റ് ആവില്ല. എനിക്ക് തോന്നുന്നു ഇവരുടെ വണ്ടികളും ഈ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ വണ്ടികളാണ് ഇത്രയും തേക്കുന്നത്.
എല്ലാം ഇതുപോലെ എത്ര മണിക്കൂറൊക്കെ ലേറ്റെന്നറിയോ, ഒരു ഉളുപ്പും ഇല്ലാത്ത ആൾക്കാരാണ്. എനിക്കറിയില്ല ഇവർക്ക് എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല, ഇട്ടങ്ങ് വലിപ്പിക്കും. ഇതുകൊണ്ട് ഒരു പുള്ളി എന്തോ വലിയൊരു ചരുവത്തിനകത്ത് എന്തൊക്കെയോ സാധനം കൊണ്ടുകൊണ്ട് എന്തോ കൊടുക്കുന്നുണ്ട് ഇവിടെ. എന്തോ സാധനം ബംഗാളി സ്റ്റൈലാന്നോ എന്തൊക്കെയോ പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ മേടിച്ച് കഴിക്കുന്നുണ്ടോ, ഗ്രേവി പോലത്തെ എന്തോ ഐറ്റം എടുത്തിട്ട് അതിന്റെ മുകളിൽ എന്തോ ഉണ്ടോ ഇടുന്നുണ്ടോ. അത് കാണുമ്പോഴേ എന്തോ പോരാതെ എങ്ങനെ കഴിക്കുന്നുണ്ട് ഇതൊക്കെ, സമ്മതിക്കണം കേട്ടോ. കടക്പുറ വിട്ട് പിന്നെ അടിച്ചു വിട്ട് പോകുന്നുണ്ടോ കേട്ടോ, അങ്ങനെ എങ്ങനെ പിടിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ തങ്കുനി ആവാറാകുമ്പോഴേക്കും പിടിക്കുന്നത്. ഈ ബംഗാളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളം പോലെ കേട്ടോ. ഇഷ്ടം പോലെ തെങ്ങ് കാണാൻ പറ്റും, തെങ്ങ്, പിന്നെ മാവ് കാണാൻ പറ്റും. മാവ് നമ്മുടെ ആ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെയാണ്, കേരളത്തിൻ്റെ ആ ഒരു സെയിം ലാൻഡ്സ്കേപ്പ് തന്നെയാണ് ഇവിടെ. വലിയ വ്യത്യാസമൊന്നും ഇല്ലാണ്ട് ഇഷ്ടംപോലെ തെങ്ങുണ്ട് ഇവിടെ എല്ലാം കണ്ടാ. നമ്മളിങ്ങനെ ഉരുട്ടി പോയിക്കൊണ്ടിരിക്കും. ഇപ്പം 4.5 മണിക്കൂറായിട്ട് കണ്ടിട്ടില്ലേ, പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ പോയത് ഷാലിമാറിന്ന് മുംബൈ LTT പോകുന്നൊരു എക്സ്പ്രസ് ആണ്. നമ്മളങ്ങനെ പയ്യെ എൻ്റെ ആ ഒരു ഡങ്കുനിൻ്റെ സ്ഥലം എത്താറായിട്ടുണ്ട്. അതാണ് ഈ പിടിച്ച് പയ്യെ പോകുന്നത് കേട്ടോ. ഉണ്ട് കൊൽക്കട്ട ലോക്കലുണ്ട്. ഇത് കൊൽക്കട്ട ലോക്കൽ പഴയതാണ് കേട്ടോ, നമ്മുടെ അവിടെ ചെന്നൈ ലോക്കലല്ലേ, അതേപോലെ തന്നെ ഇവിടുത്തെ പഴയ കൊൽക്കട്ട ലോക്കലേ കാണുന്നത് കേട്ടോ. പഴയ സാധനമാണ്. ഒരുപാട് കണക്ടിവിറ്റി ഉള്ളൊരു സംഭവമാണ്, ഒരു സബർബൻ നെറ്റ്വർക്കാണ് ഈ കൊൽക്കട്ട ലോക്കൽ കേട്ടോ. ബംഗ്ലാദേശ് ബോർഡർ വരെ ഇതിൻ്റെ കണക്ടിവിറ്റി ഉണ്ട്. ഞാൻ അന്ന് പോയായിരുന്നു, അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ബംഗ്ലാദേശ് ബോർഡറിലേക്ക് 2-3 ബംഗ്ലാദേശ് ബോർഡറിലേക്ക് ഇവർക്ക് ലോക്കൽ ട്രെയിൻ കണക്ടിവിറ്റി ഉണ്ട്. ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് സിൽച്ചർ പോകാൻ വേണ്ടി ഏറ്റവും എളുപ്പം കൊൽക്കട്ട നേരെ ബംഗ്ലാദേശ് വഴി പോകുന്നത്, അതാണ് ഏറ്റവും എളുപ്പം. നമ്മൾ ഇങ്ങനെ പോകേണ്ടതിന് പകരം നമ്മൾ ഇങ്ങനെയാണ് പോകുന്നത്, അതാണ് ഇത്രയും സമയം എടുക്കണം. നമ്മൾ നാളെ രാത്രിയാവും സിൽച്ചർ എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ ആ സിലിഗുരി ആ വഴിയാണ് പോകുന്നത്, സിലിഗുരി ഗുവാഹട്ടി വഴി, വേറെ വഴിയൊന്നുമില്ല. ബംഗ്ലാദേശിനകത്തൂടെ പോകാനും പറ്റത്തില്ലല്ലോ. അവിടെ നിന്ന് ചെന്നൈക്ക് പോകുന്ന കോറമണ്ടൽ എക്സ്പ്രസ് ആണ് ഇപ്പോൾ അങ്ങോട്ട് പോയത്. നമ്മുടെ വണ്ടി ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാനൊരു മാർഗ്ഗമില്ല. ഞാൻ ഇപ്പം മാൾഡയിൽ വെച്ചിട്ട് രാത്രിത്തെ ഡിന്നർ ഓർഡർ ചെയ്യാൻ നോക്കി. അപ്പം വേരസ്മെ ട്രെയിനിലും പിന്നെ കണക്കൂട്ട് വെച്ച് നോക്കുമ്പോൾ മാൾഡ എത്തേണ്ട 9 മണിക്കാണ്. ശരിക്കും 5 മണിക്കത്തും എത്തുന്നത്, പക്ഷെ 9 മണിക്ക് എത്തത്തുള്ളൂ. പക്ഷെ സൊമാറ്റോ കാണിക്കുന്നത് 5 മണിന്നാണ്. എന്നിട്ട് ഞാൻ അവരുമായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ അവർ ലാസ്റ്റ് ക്യാൻസൽ ചെയ്തു ഓർഡർ. പോലെ ഞാൻ പേയ്മെൻറ്റ് ചെയ്തിരുന്നു, പക്ഷെ അവർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊൽക്കട്ട ബൈപ്പാസ് ചെയ്യുകയാണ്. കാരണം നമ്മളെ മാപ്പിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം ഒരു ബട്ടർഫ്ലൈ ഫ്ലൈ ഓവർ ഇല്ല, അതേപോലെയൊക്കെ തന്നെ ഇരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും 4 പാടും 6 പാടും ഒക്കെ ട്രാക്കാണ്. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റിലോട്ട് ട്രാക്ക് എടുത്തിട്ട് നമ്മൾ ഫുൾ ബൈപ്പാസ് അടിച്ചിട്ട് തങ്കുനി ഭാഗത്തേക്ക് പോവാണ്. ആ ട്രാക്കാണ് ശരിക്കും ഹാവട ഭാഗത്തേക്ക് പോകുന്ന ട്രാക്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടികൾ ആ ട്രാക്കിൽ കൂടെ പോകത്തുള്ളൂ. ഗൈസ്, ഇവിടെ ഒരു സാധനം കിടക്കുന്നുണ്ടോ? ഇത് കണ്ടോ? ഇതെന്താ സംഭവം എന്നറിയോ? പറഞ്ഞുതരാം. ഇതാണ് EF-12K എന്ന ലോഗോ. ഉണ്ടോ? ഇത് കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതൊക്കെ എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നുണ്ടോ? ആ ലോഗോ എന്താ സംഭവം ഞാൻ പറയാവേ. ഇതിനകത്ത് ഫുള്ള് കോളാട്ടോ, കോള് കൊണ്ടുവന്ന സാധനമാണ്. WAG-12 ലോക്കോയുടെ ഒരു അപര ലോക്കോ ആണ്. അതായത് 2 WAG-9 ലോക്കോസ് കപ്പിൾ ചെയ്തിട്ട് അതിന് പവർ ഔട്ട്പുട്ട് 12,000 ഹോഴ്സ് പവർ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ ലോക്കോ ആണ് കേട്ടോ. EF-12K അതാണ് ആ ലോക്കോയുടെ ക്ലാസിന്റെ പേര് കേട്ടോ. അത് ന്യൂ കറ്റ്നി ജംഗ്ഷൻ ഇലക്ട്രിക് ലോക്കോ ഷെഡിന്റെ ആണത്. നമ്മുടെ അവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. WAG-12ന്റെ സെയിം ഔട്ട്പുട്ട് തന്നെ, പക്ഷെ WAG-12 അല്ല, 2 G9 ലോക്കോ വെച്ച് കപ്പിൾ ചെയ്തിട്ട്
G12 ഔട്ട്പുട്ട് വരുന്ന ലോക്കോ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ദങ്കുനി ജംഗ്ഷനിലാണ്. ഇതുള്ളത് ഈസ്റ്റേൺ റെയിൽവേയിലാണ്. നമ്മളിപ്പം നൈസായിട്ട് ഈസ്റ്റേൺ റെയിൽവേ കയറി. ഈസ്റ്റേൺ റെയിൽവേയുടെ ഹാവട ഡിവിഷനാണിത്. അപ്പോൾ പുതിയ സോൺ, പുതിയ ഡിവിഷൻ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ പോകുമോ എന്തോ ഒരു പിടിയില്ല. ഈസ്റ്റേൺ റെയിൽവേ കണക്കാണ് ഈ കാര്യത്തിൽ. അപ്പോൾ ഇതാണ് ദങ്കുനി ജംഗ്ഷൻ. നമ്മുടെ കൊൽക്കത്തയ്ക്ക് അടുത്ത സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റേഷൻ കൂടാണ് ഈ ഡങ്കുനി ആട്ടോ. ഇവിടെ നിന്ന് ലോക്കൽ ട്രെയിനൊക്കെ കിട്ടും. WAG9 ലോക്കോസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഡങ്കുനി ലോക്കോ ഫാക്ടറി ഇവിടെ ഉണ്ട്. നമ്മുടെ CLW ചിത്രരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് പോലെ ലോക്കോസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട് ഈ ഡങ്കുനിയിൽ. ചില G9 ലോക്കോയുടെ സൈഡിൽ എഴുതിയിരിക്കുന്നതാണ് ഇങ്ങനെ ലോക്കോ ഫാക്ടറി ഡങ്കുനി എന്ന് പറഞ്ഞ്. ഇനി ഇവിടെ മുതൽ നമ്മുടെ വണ്ടിയിലെ ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങും കേട്ടോ. കുറേ പേര് തേർഡ് എസിലൊക്കെ കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങി. ഇനി ഇപ്പം മറ്റേ മാൾഡ ടൗൺ ആകുമ്പോൾ ഒരു സെറ്റ് ആൾക്കാർ ഇറങ്ങും. ജൽപേഗുഡി ആകുമ്പോൾ ഇറങ്ങും. ഗുവാഹട്ടി ആകുമ്പോൾ ഏകദേശം ഒരു 12-15 കാലിയാവും. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ബോൽപൂർ ശാന്തിനികേതൻ എന്ന സ്റ്റേഷനാണ്. ബോൽപൂർ ശാന്തിനികേതൻ, പിന്നെ രാംപൂർ ഹട്ട്, പക്കൂർ, അതുകൊണ്ടാണ് മാൾഡ ടൗൺ വരുന്നത്. അവിടത്തെ മിക്കവാറും 9-10 മണിയാവും. ഇത് ശരിക്കും ആളെ പറ്റിക്കുന്ന ഇടപാടല്ലേ. അതായത് ഈ വിശാഖപട്ടണം കഴിഞ്ഞ് ഡൽഹി ഹൗറ ആകുമ്പോൾ 5 മണിക്കൂറൊക്കെ സ്ഥിരം ഡൽഹി ആവുകയാണെങ്കിൽ പിന്നെ ഇതിന് എന്തിനാണ് സൂപ്പർഫാസ്റ്റ് എന്ന് വിളിക്കുന്നത്? എന്നാൽ പിന്നെ ഒരു 5 മണിക്കൂർ എക്സ്ട്രാ ഇട്ടാൽ പോരെ. അപ്പോൾ പിന്നെ സൂപ്പർഫാസ്റ്റിന് എക്സ്പ്രസ് ആക്കും. അല്ല, ചെയ്യത്തില്ല. സൂപ്പർഫാസ്റ്റിന് എക്സ്പ്രസ് ആക്കിയ പൈസ അത്ര നഷ്ടമല്ലേ. ഏകദേശം കോടികളോളം നഷ്ടം വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല. വെറുതെ ആളെ പറ്റിച്ച് നമ്മളെ പറ്റിച്ച് സൂപ്പർഫാസ്റ്റ് എന്ന് പറഞ്ഞ പൈസയും മേടിച്ച് ഇതിനെന്ത് സൂപ്പർഫാസ്റ്റ് ഒന്നും വിളിക്കാൻ പറ്റുന്നില്ല. 28-ാം തീയതി നമ്മൾ വൈകിട്ട് 4:55 കയറി. ഇപ്പം 29, ഇപ്പം 30, 2 ദിവസം കറക്റ്റ് കഴിഞ്ഞു. ഇപ്പം ഇന്ന് രാത്രി കൂടി ഇതിനകത്ത് കിടന്നുറങ്ങുമ്പോൾ 3 രാത്രിയായി. ഇതിപ്പോൾ എൻ്റെ ഒരു ബെഡ്റൂം പോലെ ആയിപ്പോയി, അറിയാം. പക്ക യൂസ് ടൈപ്പ്. മിക്കവാറും നാളെ രാത്രി കൂടെ കിടന്നുറങ്ങേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ പോക്ക് കണ്ട് ഇപ്പം 5.5 മണിക്കൂർ ലേറ്റാണ് ഓരോരോ വണ്ടിയുടെ പോക്കെ. നമ്മൾ ഏതോ സ്റ്റേഷനിൽ ഒതുക്കിയിട്ടിട്ട് 3 വണ്ടി ഇപ്പോൾ കയറിപ്പോയി കേട്ടോ. രാത്രി ഒന്നും കാണത്തില്ല. 3 വണ്ടി കയറിപ്പോയി. ഇപ്പം 6 മണിക്കൂർ കറക്റ്റ് ലേറ്റ്. 6 മണിക്കൂർ വരെ ലേറ്റായാൽ പോയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കോമഡി ആക്കണം. നമ്മുടെ മുന്നിലും പുറകിലും ഇപ്പോൾ 2 വിവേകമുണ്ട്. മുന്നിലൊരു വിവേകമുണ്ട്. അതാണ് കറക്റ്റ് 24 മണിക്കൂർ ഡിലേ. അത് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം മറ്റേ സൈക്ലോണൊക്കെ കാരണം ഏതോ വഴിക്കൊക്കെ ഡൈവേർട്ടായി വിട്ട് 24 മണിക്കൂർ ലേറ്റ്. ഒരു ദിവസം ലേറ്റ് പോരെ. പുറകിലുള്ള വിവേക് ഏകദേശം 4 മണിക്കൂർ അടുപ്പിച്ച് ലേറ്റ്. 2 വിവേകിനിടയ്ക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് പോരെ. ഈ റൂട്ടിലൊന്നും സൊമാറ്റോ ഇല്ല കേട്ടോ. നിങ്ങൾ വരുവാണെങ്കിൽ നോക്കണം, സൊമാറ്റോ ഒന്നുമില്ല. ട്രെയിനിൽ നിന്ന് ഫുഡ് വാങ്ങിക്കാൻ നടക്കത്തുള്ളൂ. ട്രെയിനിൽ ഫുഡ് കഴിച്ചിട്ട് ഇതിലായിട്ടും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഉണ്ടാക്കുന്ന കാണാൻ പോയാൽ പണിയാകും പോവും. അപ്പോൾ പിന്നെയും രാത്രിത്തേക്ക് ഇത് താലി മേടിച്ചിട്ടുണ്ട്. ഇത് തന്നെ കഴിക്കണമെന്ന് ഓർക്കുമ്പോഴേ വേറെ രസമില്ല. പുറത്തുനിന്നൊന്നും കിട്ടത്തില്ല. ഫുഡ് കോൺട്രാക്റ്റില്ല, ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. നമ്മളിപ്പോൾ രാംപൂർ ഹട്ട് ജംഗ്ഷൻ എന്നൊരു സ്ഥലത്തെത്തി. ഇവിടെ എത്തുന്നത് നമ്മുടെ വണ്ടിയുടെ ലേറ്റ് എന്ന് പറയുന്നത് 6 മണിക്കൂർ 51 മിനിറ്റാണ്. വെറും 7 മിനിറ്റ് ഇവിടെ ലേറ്റ് ആയാൽ നമ്മൾ 7 മണിക്കൂർ ലേറ്റ് ആവും ഗൈസ്. 7 മണിക്കൂറൊക്കെ വണ്ടി ലേറ്റ് ആകുമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇത് എല്ലായിടത്തും കൊണ്ട് ചവിട്ടും ഈ സാധനം കേട്ടോ. ഇങ്ങനെയാണ് മിക്കവാറും നട്ടപ്പാതിരാകും നമ്മൾ സിൽച്ചറെത്താൻ വേണ്ടിയിട്ട്. എന്തായാലും ഇന്ത്യ സെക്കൻഡ് ലോങ്സ്റ്റ് റണ്ണിങ് ട്രെയിൻ ഒരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ. എത്ര സമയം ഈ വണ്ടിയിൽ ഇപ്പം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചൊവ്വാഴ്ച കയറിയിട്ട് ഇപ്പം വ്യാഴാഴ്ച രാത്രി 8:55 ഇപ്പോൾ സമയം, അറിയോ. ഇനിയിപ്പോൾ വെള്ളിയാഴ്ച രാത്രിയും കൂടെ ഈ സമയം ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ സിൽച്ചറെത്തുന്നത്. പെയിൻറ്റ് ബക്കറ്റ് കൊണ്ട് കയറിയ കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങി. എനിക്കൊന്ന് ഇവിടെ നിന്ന് ബീഹാർ പോകുന്ന ആൾക്കാരൊക്കെ എനിക്കൊന്ന് ഇവിടെ ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഒരു ബ്രാഞ്ച് ലൈൻ ഉണ്ട്, മറ്റേ ജെസിഡി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ബ്രാഞ്ച് ലൈൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുവഴി എനിക്കൊന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മളിപ്പോഴും ഈസ്റ്റേൺ റെയിൽവേ സോണിൽ തന്നെയാണ്. നമ്മൾ മാൾഡ ടൗൺ എന്ന സ്റ്റേഷൻ ഉണ്ട്. മാൾഡ ടൗൺ കഴിഞ്ഞിട്ടാണ് നമ്മൾ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയിലേക്ക് കയറുന്നത് കേട്ടോ. സ്റ്റേഷനൊക്കെ കൊള്ളാം, വൃത്തിയുണ്ട് കേട്ടോ. ഇത് ബീഹാറിനെക്കാട്ടും അടിപൊളിയാണ്. എന്തായാലും പറഞ്ഞേ പറ്റത്തുള്ളൂ. നല്ല വൃത്തിയുള്ള സ്റ്റേഷൻ കണ്ടില്ലേ. ബംഗാളിലാണ് ഇതുണ്ടാ. ഇനി നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ എന്താവോ എന്തോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഒരു പിടിയില്ല. നമ്മൾ രാത്രി ആവും മിക്കവാറും. അങ്ങോട്ട് മാൾഡ ടൗൺ എത്തുമ്പോൾ മിക്കവാറും 11 മണിയാവും. അത് കഴിഞ്ഞാണ് നമ്മൾ അങ്ങോട്ട് കയറുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് 2 മണിക്ക് വരേണ്ടതാണ്. എപ്പോഴാണ് എത്തുന്നത് നോക്ക്. 9 മണി കഴിഞ്ഞു പോരെ. നമ്മൾ ശരിക്കും രാവിലെ 5 മണിക്ക് ഗുവാഹട്ടി എത്തേണ്ടതാണ്. അതിപ്പോൾ എന്തായാലും എത്തൂല. ഇപ്പം എന്തായാലും ഒരു 10-11 മണി
12 മണി റേഞ്ചൊക്കെ ആവും. അപ്പോൾ എന്തായാലും അവിടെയൊക്കെ എന്തായാലും ഡേ ലൈറ്റ് കാണാൻ കിട്ടുമല്ലോ, അതിൻ്റെ വലിയ ഭാഗ്യം. അപ്പോൾ ഇനി രാവിലത്തെ കാഴ്ചകൾ കാണാം. നാളെ എന്തായാലും രാത്രി നമ്മൾ സിൽച്ചർ എത്തത്തുള്ളൂ. അപ്പോൾ ഇനി ഒരു വീഡിയോ കൂടെ കിട്ടും. അപ്പോൾ ഇനി ഞാൻ കിടക്കട്ടെ. നമ്മളിപ്പോൾ രാത്രി മാൾഡ ടൗൺ എത്തും. അത് നമ്മൾ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയിൽ കയറും കേട്ടോ. പിന്നെ രാത്രി ന്യൂ ജൽപൈഗുരിയൊക്കെ പാസ്സായിട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ മാൾഡ ടൗൺ എത്തി. ഇപ്പോൾ സമയം 1:30 ആവുന്നു കേട്ടോ. ഈ പന്ന വണ്ടി ഇത് ഇപ്പോൾ 8.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ലേറ്റ് പോരെ. എനിക്കറിയില്ല ഇത് എത്ര നേരം. ഇപ്പോൾ 1:15 വന്നാണ്. ഇപ്പോൾ 1:30 ഈ സാധനം ഇവിടെ നിന്ന് വിട്ടിട്ടില്ല, അറിയോ? പുറകിൽ മറ്റേ വിവേകൊക്കെ കയറി വരുന്നുണ്ട്. വിവേകാണെങ്കിൽ 5.5 മണിക്കൂർ ലേറ്റാണ്. എല്ലാം ഒരു ഉളുപ്പുമില്ലാത്ത ആൾക്കാരോട്ടോ. എനിക്കറിയില്ല ഇവന്മാർക്ക് എന്നാ ലേറ്റായ വണ്ടി ഇത്രയും തേച്ചിട്ടോട്ട് വല്ല ആവശ്യമുണ്ടോ? വെറുത്തു കേട്ടോ, ഇതുപോലൊരു വൃത്തികെട്ട വണ്ടി സമ്മതിച്ചു കൊടുക്കണം ഇവന്മാരെ. ലേറ്റായ വണ്ടി പിന്നെയും ലേറ്റ് ആക്കും, അറിയോ? ലേറ്റായ വണ്ടി ലേറ്റ് ആവും, അത് ഓൾമോ അറിയാം. പ്രയോറിറ്റി കിട്ടത്തില്ല, അറിയാം. എന്നാലും ഇതേപോലെ ഒരു ദാക്ഷിണ്യമില്ല ഇതിനകത്തുള്ള മനുഷ്യന്മാരല്ലേ. ഒരു ദാക്ഷിണ്യ വെറുതെ ഇട്ടങ്ങ് വലിപ്പിക്കും, അറിയോ? ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മുടെ അടുത്തൊക്കെ റെയിൽവേ എന്ത് സ്വർഗമല്ലേ. ഇവരെ ഈ കൺട്രോളർമാർക്കാണെങ്കിലും ഇവന്മാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല കേട്ടോ, ഒരു ഉത്തരവാദിത്വം ഇല്ല. നിങ്ങൾ ചുമ്മാ എടുത്ത് നോക്കിയാൽ മതി. ഓരോ വണ്ടിയൊക്കെ എന്തോരം മണിക്കൂറൊക്കെയാണ് ഓരോ ഡിലേ ആക്കി വിടുന്നത്. എന്നാൽ അതിനകത്തുള്ള ആൾക്കാർക്ക് എവിടെയൊക്കെ സമയത്ത് എത്തണം എന്നുള്ള ചിന്തയുള്ള ഒരു ആൾക്കാരും ഇല്ല കേട്ടോ. എല്ലാം ഇതുപോലത്തെ പണ്ട് കാര്യമില്ല. നമ്മളെത്ര അവരെ കുറ്റം പറഞ്ഞാലും ഇത് എത്താനുള്ള സമയത്ത് എത്തത്തുള്ളൂ. ഇതിന് ഏത് കാലത്ത് എത്തും എനിക്കറിയാം. മിക്കവാറും വെളുപ്പിനേക്ക് ആവും ഇങ്ങനെ പോയാൽ. നമ്മുടെ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ മാൾഡ ടൗൺ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നിന്ന് കുറേ ആൾക്കാർ നമ്മുടെ അവിടെ പണിക്ക് വരുന്നവരുണ്ട് കേട്ടോ. ഈ മാൾഡ ടൗണിൽ ഡീസൽ ലോക്കോ ഷെഡ് ഉണ്ട്. ഇവരുടെ ഡീസൽ ലോക്കോയുടെ ആൾക്കോസൊക്കെ ആയിരുന്നു നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയിൽ ഇലക്ട്രിഫിക്കേഷൻ ആവുന്നതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവർക്ക് ഇലക്ട്രിക് ലോക്കോസ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ. WAG9 പോലത്തെ ലോക്കോസ് ഒക്കെ ഉണ്ട്. ഞാൻ റെയിൽ മതത്തിലൊക്കെ കംപ്ലൈൻറ്റ് ചെയ്ത് നോക്കി, അവരൊന്നും പറയുന്നില്ല. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ കാണിക്കണേ. നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പറ? ഇത്രയും നേരമൊക്കെ ഒരു വണ്ടിയൊക്കെ ഇത്ര പിടിച്ചിടാന്നൊക്കെ പറഞ്ഞാൽ എന്താ അവസ്ഥ ഇത്? ആരൊന്നും ചോദിക്കാനില്ല, അതാണ് ഈ മെയിൻ പ്രശ്നം. ആർക്കും ഒന്നും അറിയണ്ട, ഈ എവിടെയൊക്കെ എത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് എല്ലാവർക്കും. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് വെറും 9.25 മണിക്കൂറേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ 10 മണിക്കൂറാവും, 11 മണിക്കൂറാവും. നമ്മളിപ്പോൾ ന്യൂ ജൽപൈഗുരി എത്താറായിട്ടുണ്ട്. ഇന്നലെ രാത്രി 9:30 10 മണിക്കങ്ങാണ്ട് എത്തേണ്ട സ്ഥലമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീഡിയോയിലും അടുത്ത വീഡിയോയിലും നല്ല അടിപൊളി നോർത്ത് ഈസ്റ്റ് കാഴ്ചകളാണ്. തേയില ഇരിക്കുന്നു കേട്ടോ. നോക്കി കുഞ്ഞൊരു തേയിലത്തോട്ടം കണ്ടോ നിങ്ങൾ? ഇനിയിപ്പോൾ കുഞ്ഞു തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. തേയില നിൽക്കുന്നുണ്ടോ? പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്കുണ്ട് ഇതേപോലെ. ഇവിടെ നെൽകൃഷിയാണ്, പക്ഷെ ഇടയ്ക്ക് തേയിലയുണ്ട്. അങ്ങനെ മാറി കേട്ടോ. നോർത്ത് ഈസ്റ്റിൽ ഇപ്പോൾ നല്ല മഴയാണ്. നമ്മൾ എത്തുന്ന സിലിഗുരിയിലാണ് ശരിക്കും ന്യൂ ജൽപൈഗുരി ജംഗ്ഷൻ ഉള്ളത്. സിലിഗുരി ജംഗ്ഷൻ വേറെ സ്റ്റേഷനുണ്ട്, അത് വേറെ ലൈനാണ്. അപ്പോൾ ഈ സിലിഗുരിയാണ് ഇന്ത്യയുടെ ബോട്ടിലിനൊക്കെ എന്ന് പറയുന്നത്. അതായത് ബംഗ്ലാദേശിനോടും നേപ്പാളിനോടും ഭൂട്ടാനോടും എല്ലാം അടുത്ത് കിടക്കുന്ന ഇങ്ങനെ മാപ്പിൽ കാണാൻ പറ്റും. എല്ലാത്തിനും നടുക്ക് ഇങ്ങനെ ബോട്ടിലേക്ക് വരെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സിലിഗുരി എന്ന് പറയുന്നത്. വെസ്റ്റ് ബംഗാളിലാണിത്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആസാം കയറുന്നത്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ തന്നെ. ജൽപൈഗുരി ഔട്ടറിൽ കൊണ്ട് പിടിച്ചിട്ടേക്കും കേട്ടോ. ഇപ്പോൾ ഒരു വണ്ടി കാണാൻ പറ്റും. നമ്മൾ ദിബ്രുഗഡിൽ നിന്ന് ബിക്കാനീർക്ക് പോകുന്ന അവധ് അസം എക്സ്പ്രസ് ഉണ്ട്, അതിപ്പോൾ കാണാൻ പറ്റും. അത് ഇവിടെ ജൽപൈഗുരി കിടപ്പുണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ വേറെ കുറേ വണ്ടിയൊക്കെ എടുക്കാറുണ്ട് അവിടെ നിന്ന്, അതാണ് ഈ പിടിച്ചിട്ടേക്കുന്നത്. നല്ല ക്ലൈമറ്റാണ് ഈ ഭാഗത്ത് കേട്ടോ. വലിയ മഴയൊന്നുമില്ല, പക്ഷേ നമ്മുടെ അടുത്ത് മൺസൂൺ ഇല്ല. അതേപോലത്തെ നല്ല ഇങ്ങനെ ഡ്രിസ്ലിംഗ് പോലത്തെ മഴയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു നദിയാണ്, മഹാനന്ദ എന്നാണ് ഈ ഒരു നദിയുടെ പേര് കേട്ടോ. അത്യാവശ്യം വെള്ളമുണ്ട്. ഈ വണ്ടിക്കാണ് നമ്മൾ ദിബ്രുഗഡിൽ നിന്ന് പോകുന്നത് കേട്ടോ, ബിക്കാനീറിലേക്ക്. അവധ് അസം എക്സ്പ്രസ്. ഇത് ഇന്ത്യസ് ലോങ്ങസ്റ്റ് ഡെയിലി റണ്ണിങ് എക്സ്പ്രസ് ട്രെയിനാണ് കേട്ടോ. 3 രാത്രി എടുക്കും ഇവിടെ നിന്ന് ബിക്കാനീർ എത്താൻ വേണ്ടി. ഈ വണ്ടി ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഫുഡ് ഓർഡർ ചെയ്യാനൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ സ്റ്റേഷൻ പോലും കാണിക്കുന്നില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇനി ട്രെയിനിൽ ഇതെല്ലാം കിട്ടിയാലായി,
അല്ലെങ്കിൽ വല്ല ഫ്രൂട്ട്സും എല്ലാം കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചു വെക്കണം. ഇന്നത്തെ ദിവസം കഴിച്ചു വിട്ടാൽ അത് തന്നെ വേണം, വേറെ നിവൃത്തിയില്ല. എൻ്റെ ഒരു 3-4 പഴം ഇരിപ്പുണ്ട്, വേറൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സിലിഗുരിക്കടുത്തുള്ള മെയിൻ സ്റ്റേഷൻ, ന്യൂ ജൽപൈഗുരി കേട്ടോ. ശരിക്കും സിലിഗുരിയിലെ മെയിൻ സ്റ്റേഷൻ വേണമെങ്കിൽ ഇതിനെ വേണമെങ്കിൽ പറയാം. സിലിഗുരി വേറൊരു ലൈനാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് അധികം വണ്ടികൾ പോകുന്ന കുറവാണ്. ഇവിടെ കുറേ ഫീസ് വരെയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് ന്യൂ ജൽപൈഗുരി കേട്ടോ. നമ്മളവിടെ നിന്ന് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികളൊക്കെ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു LJP എന്നാണ് ശരിക്കും എല്ലാവരും പറയുന്നത്, LJP. ഈ ജൽപൈഗുരി എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും കുറച്ച് മാറിയാണ്, നല്ല വലിയ സ്റ്റേഷനാട്ടോ. ഒരുപാട് ട്രെയിൻസൊക്കെ തുടങ്ങുന്ന ഒരു സ്റ്റേഷനാണ്. ഇവിടുന്ന് 2-3 വന്ദേ ഭാരതും പിന്നെ കുറേ വണ്ടികളുണ്ട് ഇവിടുന്ന്, ഡൽഹിക്കും എല്ലായിടത്തും വണ്ടിയുണ്ട് ഇവിടുന്ന്. നമ്മളിന്നലെ ചെന്നൈക്ക് ഒരു വണ്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടുന്ന്. ഇവിടെ ഇന്നലെ രാത്രി 8:45 എത്തണ്ട കേട്ടോ. സോറി, ഞാൻ നേരത്തെ ടൈം പറഞ്ഞു മാറിപ്പോയി. 8:45 എത്തണ്ട. നമ്മളിപ്പോൾ 6:15 കഴിഞ്ഞപ്പോൾ എത്തി. അടുത്ത ദിവസം രാവിലെ 6:15 കഴിഞ്ഞപ്പോൾ, അതായത് 9 മണിക്കൂർ 20 മിനിറ്റ് ലേറ്റ്. ഇവിടുന്ന് എന്തെങ്കിലും ബിസ്ക്കറ്റോ സാധനങ്ങൾ എന്തെങ്കിലും മേടിച്ച് വയ്ക്കാം. ഈ പപ്സൊന്നും മേടിക്കുന്നില്ല, അതൊക്കെ ഇന്നലത്തെ വല്ല ആയിരിക്കും. എത്ര രാവിലെയൊക്കെ പപ്സ് കിട്ടും, അത് 6 മണി സമയത്തൊക്കെ. ഡെഡായിട്ട് പോകാനുള്ള ഇതേത് വണ്ടി? മുസാഫർപൂർ ജബൽപൂരോ? ഇത് സ്പെഷ്യൽ ട്രെയിൻ ആട്ടോ, മുസാഫർപൂർ ജബൽപൂർ. ഓ, ഇത് സ്പെഷ്യൽ ട്രെയിൻ ഒന്നുമല്ല, ഇത് മറ്റേ എലക്ഷൻ സ്പെഷ്യലാണ് കേട്ടോ. മറ്റേ ബീഹാറിലെ എലക്ഷൻ അല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എലക്ഷൻ സ്പെഷ്യൽ എഴുതിയിട്ടുണ്ട് അതിൽ. ആ വണ്ടിയിൽ എഴുതിയിട്ടുണ്ട് എലക്ഷൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ. ഇത് മുസാഫർപൂർന്ന് ജബൽപൂർക്ക് അങ്ങാണ്ട് പോകുന്നതാണ് കേട്ടോ. ഫുള്ള് മറ്റേ പട്ടാളക്കാരും പോലീസുകാരൊക്കെയാണ് ഈ വണ്ടിയിൽ. ഇതിന് നമ്പർ ഉണ്ട് അറിയാം, 00304. സാധാരണ സ്പെഷ്യലിൻ്റെ 0 മാത്രമേ ഉള്ളൂ, ഇത് 2 0 ഉണ്ട്. അപ്പോൾ അത് എലക്ഷൻ സ്പെഷ്യൽ ട്രെയിനാണ്, അതാണ്. അതുകൊണ്ടാണ് ഇത്രയും നല്ല അടിപൊളി കോച്ചും കൊടുത്തേക്കുന്നത്, വേറെ ഒന്നുമല്ല. നല്ല ഫ്രഷ് കോച്ചല്ല. ഇവിടെ പട്ടാളക്കാരൻ ഇന്ന് പല്ല് വെക്കുന്നുണ്ട്, അപ്പോൾ അത് തന്നെ എലക്ഷൻ സ്പെഷ്യൽ ആട്ടോ. ഇതെല്ലാത്തിനും ഞാൻ പറഞ്ഞില്ല, മാൾഡാട്ടോ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കൊണ്ട് കുറേ നേരം 1 മണിക്കൂർ അടുപ്പിച്ചിട്ടു. അങ്ങനെയാണ് 1 മണിക്കൂർ കൂടിയത്. ഇപ്പോൾ 9.5 മണിക്കൂറായി ഇപ്പോൾ ലേറ്റ്. ഇനിയിപ്പോൾ എവിടെയെല്ലാം കൊണ്ട് 2 കൊണ്ട് പിടിച്ചിട്ട് 10 മണിക്കൂറാവും. പിന്നെ 10.5 മണിക്കൂർ, 11 മണിക്കൂർ. നല്ല രസം. ഈ ന്യൂ ജൽപൈഗുരി ജംഗ്ഷനൊക്കെ ഉള്ളത് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ കത്തിഹാർ ഡിവിഷനിലാണ് കേട്ടോ. കത്തിഹാർ എനിക്കൊന്ന് ബീഹാറിലാണെന്ന് തോന്നുന്നു. അപ്പോൾ കത്തിഹാർ ഡിവിഷനിലാണ് ഈ ഒരു സ്റ്റേഷൻ ഉള്ളത്. ഇനി മുതൽ നമുക്ക് അങ്ങോട്ട് ഡീസൽ ശബ്ദങ്ങളൊക്കെ കേൾക്കാം, എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനി മുതൽ ഡീസൽ എൻജിൻസ് നോക്കി കാണാൻ പറ്റും. സിലിഗുരിയുടെ ലോക്കോസ് ആയിരിക്കും മിക്കവാറും. ഗുവാഹട്ടി പോയാൽ ന്യൂ ഗുവാഹട്ടി ഷെഡിൻ്റെ ലോക്കോസും കാണാൻ പറ്റും. പക്ഷേ ഇവിടെ എല്ലാം സിലിഗുരി ഷെഡിൻ്റെയാണ് കേട്ടോ. സിലിഗുരി ഷെഡിൻ്റെ WDP4D, മറ്റേ WDG4, DG4D അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ന്യൂ ജൽപൈഗുരിയിൽ നിന്ന് നമ്മുടെ അരുണൈ സൂപ്പർ ഫാസ്റ്റ് പുറപ്പെട്ടിരിക്കുകയാണ്. ക്രൂസ് ചേഞ്ച് ഉണ്ടായിരുന്നു, വണ്ടി വിട്ട് കുറച്ച് കഴിയുമ്പോൾ ബ്രേക്ക് പിടിച്ചു. അപ്പോൾ ക്രൂസ് ചേഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ നാവെടുത്തില്ല, ഡാണ്ട് കിടക്കുന്നു WDP4 സിലിഗുരിയുടെ കണ്ടോ. ഇനി ഇതേപോലത്തെ കുറേ ഐറ്റംസ് ആണ്. ഇവരുടെ കുറേ പെയിൻ്റ് അടിച്ച ഐറ്റംസും ഉണ്ട്, അതും നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. നോക്കാം അതെവിടെ ഉള്ളത് കണ്ടോ. ഇനി കുറേ ഡീസൽ ലോകം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കൊണ്ട് വലിയൊരു ആൽമരം നിൽക്കുന്നുണ്ടോ. ന്യൂ ജൽപൈഗുരി, ജൽപൈഗുരി എന്നാണ്, ജൽപൈഗുരി എന്നാണോ പറയുന്നത്? ജൽപൈഗുരി എന്തോന്നു കേട്ടോ. ഗുഡ്സിനൊന്നൊരു കുറവില്ല, ഇഷ്ടംപോലെ ഗുഡ്സ് ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇലക്ട്രിഫൈ ആവാത്ത സെക്ഷനിലാണ് വരുന്ന വണ്ടി എന്ന് തോന്നുന്നത്. അതാണ് ആ ഒരു WDG4G ഒരു G9 കൂടെ പോകുന്നത് വേണ്ട. നല്ല മഴയാണ് പുറത്ത്, അതാണ് നിങ്ങളൊന്ന് കാണിക്കാൻ എനിക്ക് പറ്റാത്തത്. പക്ക നമ്മുടെ കേരളത്തിൽ കൂടെ പോകുന്ന പോലെ കേട്ടോ. നെൽപ്പാടങ്ങളും നല്ല പച്ചപ്പുണ്ട്. മഴ ഒന്ന് കുറഞ്ഞാണ് നിങ്ങളെ കാണിക്കുക, ഭയങ്കര മഴയാണ് പുറത്ത്. നമ്മുടെ അടുത്ത നദി കിടക്കുവാണ്, തീസ്ത നദി എന്നാണ് ഈ നദിയുടെ പേര് കേട്ടോ. തീസ്ത, നല്ല വെള്ളമുണ്ട്. മഴയാണ്, അതാണ് കാണിക്കാൻ പറ്റാത്തത്. നല്ല മഴയാണ് പുറത്ത്. മഴ എന്ത് കുറയുമ്പോൾ കാണിക്കാം കേട്ടോ. പക്ഷേ ആ പാലൊക്കെ ചൂട്ടി കിടന്നുണ്ടായിരുന്നു. നല്ല കിടിലം മഴയാണ്, നല്ല വെള്ളമുണ്ട് കേട്ടോ. തീസ്ഥാൻ എന്ന നദിയാണ് ഈ കാണുന്നത്.
നമ്മൾ അടുത്തൊരു നദി കടക്കാൻ പോകണം. കുറേ നദിയുണ്ട് ഇവിടെ. ഇത് ജൽദാക്ക അങ്ങനെ എന്താണ് ഈ നദിയുടെ പേര് കേട്ടോ. നമ്മളിപ്പോൾ തൂക്കുടിയിൽ നിന്നൊരു സ്ഥലത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ റോഡ് വേണം, എന്ത് ഭംഗിയാന്ന് നോക്കിയ ആ റോഡ്. ആ പൊളി. ആ റോഡിന് അടുക്കൂടെ ആ ഒരു കുഞ്ഞ് റിക്ഷ വരുന്നത് കണ്ടോ. നൈസ് റോഡല്ലേ. ഇനി വരുന്ന എല്ലാ സ്റ്റേഷനിലും നമ്മുടെ വണ്ടിയിൽ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. ഇങ്ങനെ പൊഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ബീഹാറൊക്കെ ബംഗാളിനടുത്ത് കിടക്കുന്നതുകൊണ്ട് ബീഹാറികളെ പോലൊന്നുമല്ല ഇവര്. എസ്പെഷ്യലി ബംഗാളിൽ ഈ ഒരു ഏരിയ ഉള്ളവരൊക്കെ കുറച്ച് മാനേഴ്സും കുറച്ച് വെടിപ്പുള്ളവരൊക്കെയാണ്. കൊൽക്കത്ത ഭാഗത്തുള്ളവരല്ല, ഈ സിലിഗുരി ഏരിയ ഉള്ളവരൊക്കെ കുറച്ച് കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ കൊൽക്കത്ത ആ ഭാഗത്തേക്ക് പോയാൽ മോശമായിട്ട്. പക്ഷെ ബീഹാറിന് അത്ര ഒന്നുമില്ല കേട്ടോ. അത്രയും ഇവിടുത്തെ സ്റ്റേഷനാണെങ്കിലും അത്ര കച്ചറയോ അങ്ങനെയൊന്നും ഇല്ല. എല്ലാം നല്ല സ്റ്റേഷനാണ് ഈ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയറിൽ. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം കൊള്ളാം. അത്യാവശ്യം ഫെസിലിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈസ്റ്റ് സെൻട്രൽ എൻ്റെ ദൈവമേ എന്തായിരുന്നു. പക്ഷേ കൺട്രോളിങ്ങിൻ്റെ കാര്യത്തിൽ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ഭയങ്കര പുലിയാട്ടോ. എല്ലാ വണ്ടിയും ഓൺ ടൈം വരുന്ന വണ്ടി വരെ 10 മണിക്കൂർ ഡേറ്റ് ആക്കി വിടും. എനിക്ക് അത്ര ദേഷ്യം വന്നിരിക്കുക. പൊളിഞ്ഞ എല്ലാവരും വണ്ടികൾ തന്നെ തെറി പിടിക്കുമല്ലേ. എന്തോ പരിപാടിയൊക്കെ ഓൺ ടൈം വരുന്ന വണ്ടിയൊക്കെ പിടിച്ച് ലേറ്റ് ആക്കി വിടുന്ന ഇടപാട്. ഇത് ലേറ്റ് ആയവനെ പിന്നെയും ലേറ്റ് ആക്കുക. അതങ്ങനെ ചെയ്യത്തുള്ളൂ. എന്നാലും ഒരു മയം വേണ്ടേ. ഇത് 9 മണിക്കൂർ 10 മണിക്കൂറൊക്കെ ഒരു വണ്ടി ലേറ്റ് ആക്കുക എന്ന് വെച്ചാൽ എന്ത് പരിപാടിയാ. വേറൊരു കോമഡി കേൾക്കണം. സിൽച്ചറിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന അരണി ഇന്നലെയാണ് വിട്ടത്. അതായത് വ്യാഴാഴ്ച രാത്രി വിടേണ്ട വണ്ടി 2.5 മണിക്കൂർ റീഷെഡ്യൂളായിരുന്നു. എന്നിട്ട് ഈ സാധനം വിട്ട് ഇപ്പം 5.5 മണിക്കൂർ ലേറ്റാണ്. അത് ലംഡിങ് ആയതേ ഉള്ളൂ. പോരെ രണ്ടും കണക്കാണ്. ഇങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് വരുന്നത് എല്ലാം കണക്കാണ്. എനിക്ക് ഈ ന്യൂ ജൽപൈഗുരി ജംഗ്ഷനിൽ ഇറങ്ങിയാൽ പല സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ഡാർജിലിംഗ് ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റും. ഡാർജിലിംഗ് ഒക്കെ പോകാൻ പറ്റും. പിന്നെ ഭൂട്ടാനിൽ പോകാം. പിന്നെ ഇവിടുന്ന് നേപ്പാൾ ബോർഡർ ഉണ്ട്, നേപ്പാൾ പോകാം. പിന്നെ ഇവിടുന്ന് നേപ്പാൾ ബോർഡർ ഉണ്ട്, നേപ്പാൾ കയറാം. അങ്ങനെ പല സ്ഥലത്തേക്ക് ഇവിടുന്ന് പോകാൻ പറ്റും ഈ ന്യൂ ജൽപൈഗുരി ഇറങ്ങിയാൽ. അതിൻ്റെ തൊട്ടടുത്താണ് സിലിഗുരി ഉള്ളത്. സിലിഗുരിയാണ് ശരിക്കും സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പല സ്ഥലത്തേക്ക് പോകാം. ഭൂട്ടാൻ പോകാം, നേപ്പാൾ പോകാം, പിന്നെ ഡാർജിലിംഗ് പോകാം. ഡാർജിലിംഗ് ടോയ് ട്രെയിനിലേക്കുള്ള ട്രാക്ക് തിരിക്കുന്നത് സിലിഗുരിയിൽ നിന്നാണ്. അരണൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അങ്ങനെ ഇപ്പം ന്യൂ കൂച്ച് ബിഹാർ എന്നൊരു സ്റ്റേഷന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനിൽ കൊണ്ട് ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്. 9 മണിക്കൂർ 13 മിനിറ്റ് ഡിലേയോടുകൂടിയാണ് നമ്മളിപ്പോൾ കൂച്ച് ബിഹാർ എത്താൻ പോകുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്നൊരു 10 മിനിറ്റ് 20 മിനിറ്റ് കുറയും ഡിലേ, വീണ്ടും കൂടും. ഇത് തന്നെ അവസ്ഥ. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ സോണിൻ്റെ ഇപ്പോൾ ഡിവിഷൻ മാറി. നമ്മളിപ്പം നേരത്തെ കത്തികാട് ഡിവിഷനായിരുന്നു, ഇപ്പം അലിപൂർ ദ്വാർ എന്നൊരു ഡിവിഷനിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ടൈമിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ലംഡിങ് എത്തേണ്ട സമയമായി. ഓൺ ടൈം ആയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു 7 എത്തിയിട്ടില്ല. അറിയോ, നമ്മൾ ആസാം പോലും ആയിട്ടില്ല. ഇപ്പോഴും ബംഗാളിൽ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ന്യൂ കൂച്ച് ബിഹാർ മുതൽ സിൽച്ചർ വരെയുള്ള കാഴ്ചകൾ ഇനി നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുക. അപ്പോൾ ഈ ഒരു 3rd പാർട്ട് വീഡിയോ എവിടെയാണ് നമ്മുടെ ഇന്ത്യ സെക്കൻഡ് ലോങ്ങസ്റ്റ് ട്രെയിൻ ആയിട്ടുള്ള അരണൈ സൂപ്പർ ഫാസ്റ്റിൽ നിന്നുള്ള 3rd പാർട്ട് വീഡിയോ. ഇനിയിപ്പോൾ അടുത്തത് 4th പാർട്ടാണ്, ലാസ്റ്റ് പാർട്ടാണ്. അത് നിങ്ങൾ കാണാൻ പോകുന്നത് ന്യൂ കൂച്ച് ബിഹാർ മുതൽ സിൽച്ചർ വരെയാണ്. നല്ല അടിപൊളി കാഴ്ച അതൊക്കെ കാണാൻ പോകുന്നത്. നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടാണ്. നമ്മൾ ഗുവാഹട്ടി വഴിയൊക്കെ ആദ്യമായിട്ട് ട്രെയിനിൽ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അടുത്ത മെയിൻ സ്റ്റേഷൻ ഗുവാഹട്ടിയാണ്. ഗുവാഹട്ടി കഴിഞ്ഞാൽ പിന്നെ ലംഡിങ്, അവിടെ വെച്ച് നമ്മുടെ വണ്ടിയുടെ ലോക്കോ മാറും, ഡീസലായിരിക്കും പിന്നെ അവിടെ നിന്ന്. അപ്പോൾ സിൽച്ചർ വരെയുള്ള കിടിലൻ കാഴ്ചകളായിട്ട് അടുത്ത ദിവസം കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് പറയണം. നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.